സിക്കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സോന. നമ്മളിന്ന് RRB NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ optical fiber works on the principle of option A diffusion, option B total internal reflection, option C scattering, option D refraction. അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ, ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്ത് പ്രിൻസിപ്പിളുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് TIR അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ലൈറ്റ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. ലൈറ്റ് ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം? ഡെൻസർ ടു റെയറർ ട്രാവൽ ചെയ്യണം. ഓക്കെ, ഡെൻസർ ടു റെയറർ മീഡിയം ട്രാവൽ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് സംഭവിക്കണം? ആംഗിൾ, അതായത് ഇൻസിഡൻ്റ് ആയിട്ടുള്ള ആംഗിൾ, ഇൻസിഡൻ്റ് ആംഗിൾ എന്തിനേക്കാളും കൂടുതലായിരിക്കണം? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കണം അവിടെ സംഭവിക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിലുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, അതായത് മീഡിയം, ഓക്കെ, ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കായിരിക്കണം. അതുപോലെ ഇൻസിഡൻ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പം ഈ ഒരു രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്തത്? വർക്ക് ചെയ്തത്. നമുക്കറിയാം അല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ ഒപ്റ്റിക് കേബിളിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിഷൻ സംഭവിക്കുന്നുണ്ട്. അത് ആക്ച്വലി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A liquid drop contracts because of the attraction of its particle and occupies the smallest possible area. അപ്പോൾ എന്താണ്? ഒരു ലിക്വിഡ് ഡ്രോപ്പ് അതിൻ്റെ, അതായത് അവ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു? ഒരു സ്മോളസ്റ്റ് ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നു. ഇതൊരു ഫിനോമിനൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ്, ഏത് ഫിനോമിനൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ബി ബോയൻസി, ഓപ്ഷൻ സി കാവിറ്റേഷൻ, ഓപ്ഷൻ ഡി വിസ്കോസിറ്റി. നമുക്കറിയാം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം അല്ലേ? ഓപ്ഷൻ ഏതാണ്? സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ? അതായത് സെയിം ടൈപ്പ് ഉള്ള പാർട്ടിക്കിൾസ് അല്ലേ, സെയിം ടൈപ്പ് ഉള്ള പാർട്ടിക്കിൾ തമ്മിൽ എന്തുണ്ട്? അവർ തമ്മിൽ ഭയങ്കര ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെ ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? എന്താണ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ? അപ്പം സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു? അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? അടുത്ത് നിൽക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സർഫസ് ഏരിയ ഭയങ്കര കുറവായിട്ട് തോന്നും. നമുക്കറിയാം എന്താണ്? വെള്ളത്തിലൊക്കെ ഓടി നടക്കുന്ന ഇൻസെക്റ്റുകൾ അല്ലെ, പാറ്റ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല ഇൻസെക്റ്റുകൾ, ഇല്ലെങ്കിൽ നമ്മളൊരു ബ്ലേഡ് സൂക്ഷിച്ച് നമ്മൾ എന്താണ് ഈ ഒരു ബീക്കറിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ബ്ലേഡൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് ആക്ച്വലി എന്ത് ഫിനോമിനൻ കൊണ്ടാണ്? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ ആണ്. അപ്പം ഈ ലിക്വിഡ് ഡ്രോപ്സും ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത് മിനിമം സർഫസ്, നമുക്കറിയാം അല്ലേ, ഏത് ഏരിയയ്ക്കായിരിക്കും അല്ലെങ്കിൽ എന്തിനായിരിക്കും ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉള്ളത്? സ്പെറിക്കൽ സർഫസ് അല്ലേ, സ്പെറിക്കൽ ഷേപ്സിനായിരിക്കും അല്ലെങ്കിൽ സ്പിയറിനായിരിക്കും എന്ത് സർഫസ് ഏരിയ കുറവുള്ളത്. അപ്പം ഏറ്റവും സർഫസ് ഏരിയ കുറവുള്ള സ്പിയറിൻ്റെ ഷേപ്പ് ലിക്വിഡ് ഡ്രോപ്സ് അറ്റൈൻ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്? സർഫസ് ടെൻഷൻ കൊണ്ടാണ്. കാരണം എന്താണ്? ഈ പാർട്ടിക്കിൾസ് തമ്മിൽ, അതായത് സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കൊഹിഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്? കൊഹസീവ് ഫോഴ്സ് കേട്ടോ, അല്ലെങ്കിൽ എന്താണ്? കൊഹസീവ് ഫോഴ്സ്. ഇനി ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്, ഓക്കെ, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ അദഷൻ കേട്ടോ, അദഷൻ അല്ലെങ്കിൽ അദസീവ് ഫോഴ്സ്. ഓക്കെ, അദഷൻ അല്ലെങ്കിൽ അദസീവ് ഫോഴ്സ് കേട്ടോ, അദഷൻ അല്ലെങ്കിൽ അദസീവ് ഫോഴ്സ്. അദസീവ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളം അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിനകത്ത് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതൊക്കെ എന്താണ്? അദഷൻ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ പേപ്പറും പശയും ഒട്ടുന്നു, അതും എന്താണ്? അദഷൻ എക്സാമ്പിളാണ്. കൊഹഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചേമ്പലക്കകത്ത് വെള്ളം എടുക്കുമ്പോൾ ഇതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ തുള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ നമുക്ക് കാണാം അല്ലേ? അതൊക്കെ എന്താണ്? കൊഹഷന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പം കൊഹഷൻ അദഷൻ എന്താണെന്ന് അറിയാം. കൊഹഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്
സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൊഹഷൻ അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അദഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അദഷൻ അല്ലെങ്കിൽ അദസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ സർഫസ് ടെൻഷൻ ഏത് ഫിനോമിനൻ കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ് ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് നിൽക്കാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ്, കൊഹസീവ് ഫോഴ്സ് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സർഫസ് ടെൻഷൻ ആണ് കേട്ടോ. സർഫസ് ടെൻഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഡാഷ് കനോട്ട് ബി കറക്റ്റഡ് വിത്ത് സ്പെക്ടക്കിൾസ്. അപ്പം സ്പെക്ടക്കിൾസ് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതിനകത്ത് എന്ത് കണ്ടീഷൻ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐയുടെ കുറച്ച് കണ്ടീഷൻസ് ആണ്. നമുക്ക് നോക്കാം. പ്രസ്ബയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, കാറ്ററാക്ട്, മയോപ്പിയ. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് കാറ്ററാക്ട് ആണ്. കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, തിമിരമാണ് അല്ലേ, തിമിരം. ഓക്കെ, കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ തിമിരമാണ്. അപ്പം പ്രസ്ബയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് പല ലെൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പല ലെൻസുകൾ, നമ്മൾ സ്പെക്ടക്കിൾസിൽ പല ലെൻസുകളാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ലെൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. മയോപ്പിയ കണ്ടീഷൻ, ഓക്കെ, മയോപ്പിയ കണ്ടീഷൻ കറക്റ്റ് ചെയ്യണമെങ്കിലുള്ള ലെൻസ് ഏത് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മയോപ്പിയ കണ്ടീഷൻ നമ്മൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം മയോപ്പിയ കണ്ടീഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്. ഇനി പ്രസ്ബയോപ്പിയ അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ, ഓക്കെ, ഇവിടെ ഉത്തരമല്ല, പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ കണ്ടീഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. മയോപ്പിയ കണ്ടീഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ കണ്ടീഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കാറ്ററാക്ട് പോലെ, തിമിരം പോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ എന്താണ്, ത്രൂ സർജറിയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്, കാറ്ററാക്ട് ആണ് കേട്ടോ. കാറ്ററാക്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എനർജി കൺവേർട്ടർ. ഇവിടെ താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് എനർജി കൺവേർട്ടർ അല്ലാത്തത് നോക്കാം. ഒന്നാമത്തത് സോളാർ പാനൽ. സോളാർ പാനൽ നമുക്കറിയാം എന്താണ്, എനർജി കൺവേർട്ടർ ആണ്. അടുത്തത് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിനും എന്താണ്, എനർജി കൺവേർട്ടർ ആണ്. അതുപോലെ പ്ലെയിൻ ഗ്ലാസ്. പ്ലെയിൻ ഗ്ലാസ് എനർജി കൺവേർട്ടർ ആണോ, അല്ല, പ്ലെയിൻ ഗ്ലാസ് എനർജി കൺവേർട്ടർ അല്ല. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത് കേട്ടോ. ഇലക്ട്രിക് അയണിലും എന്താണ്, എനർജി കൺവേർഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം സോളാർ പാനൽ, സ്റ്റീം എഞ്ചിൻ, ഇലക്ട്രിക് അയൺ ഒക്കെ എന്താണ്, എനർജി കൺവേർട്ടർ ആണ്. പക്ഷേ പ്ലെയിൻ ഗ്ലാസ്സിൽ എന്ത് സംഭവിക്കുന്നില്ല, എനർജി കൺവേർഷൻ സംഭവിക്കുന്നില്ല. അപ്പം ഇവിടുത്തെ ഉത്തരം എന്താണ്, പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ. ഇതിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എനർജി കൺവേർട്ടർ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ സി, പ്ലെയിൻ ഗ്ലാസ് ആണ് ഉത്തരം വരുന്നത്. അടുത്തത് സ്പീഡ്സ് ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആർ നോൺ as. ഓക്കെ, അപ്പം സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളിലും ഗ്രേറ്റർ സ്പീഡിലുള്ളതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ സൂപ്പർസോണിക്, ഓപ്ഷൻ ബി സോളാർ, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി അൾട്രാസോണിക്. നമുക്കറിയാം എന്താണ്, സൂപ്പർസോണിക് ആണ് ഉത്തരം വരുന്നത് കേട്ടോ. സൂപ്പർസോണിക് സൗണ്ട്, അതായത് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡിലുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൂപ്പർസോണിക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ഈ സോണിക് ബൂം എന്നൊക്കെ പറയുന്ന ഫിനോമിനൻ നമ്മുടെ എയർപ്ലെയിൻസിലൊക്കെ സോണിക് ബൂം എന്നൊക്കെ പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടിട്ടാണ്, ഈ ഒരു സൂപ്പർ സോണിക് സൗണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ. സൗണ്ടിൻ്റെ, അതായത് നമ്മുടെ സൗണ്ടിൻ്റെ ആ ഒരു സ്പീഡിനേക്കാളും ഗ്രേറ്റർ സ്പീഡിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, സൂപ്പർ സോണിക് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഫിനോമിനാണ്, എക്സാമ്പിളാണ് സോണിക് ബൂം എന്ന് പറഞ്ഞാൽ. എയർപ്ലെയിൻസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ഫിനോമിനൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്തത്, എ പേഴ്സൺ വോക്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 600 മീറ്റർ ഇൻ 5 minutes. ഓക്കെ, ഒരാൾ എന്താണ് 600 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഇനി എത്രയാണ്, 5 മിനിറ്റിലാണ്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം, ഫിസിക്സിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്തൊക്കെ ഗിവൺ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അത് എഴുതി വെക്കാം. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 600 മീറ്റർ. ഡിസ്റ്റൻസ് എത്രയാണ്, 600 മീറ്റർ. ടൈം എത്രയാണ് തന്നിട്ടുള്ളത്, ടൈം നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 5 മിനിറ്റ് അല്ലേ. 5 മിനിറ്റ് ടൈം നമുക്ക് 5 മിനിറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. സ്പീഡിൻ്റെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 600 ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന്
പറഞ്ഞാൽ 7.2 km/h ആണ് കേട്ടോ. 7.2 km/h ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലം കിട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം നമ്മൾ? അതിനകത്തുള്ള, അതായത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അത് ആദ്യമേ എഴുതുക. അപ്പം നമുക്ക് ഗിവൺ ആയിട്ടുള്ള സാധനം നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് നമ്മുടെ മൈൻഡിലോട്ട് വരും. അപ്പം അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് നമുക്ക് നോക്കാം. വിച്ച് മിറർ ഈസ് പ്രിഫേർഡ് ആസ് എ റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. അപ്പം ആ മിററിൻ്റെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കാരണം നമുക്ക് എന്താണ് റെയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് മിററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ കോൺവെക്സ് മിറർ, ഓപ്ഷൻ ബി പ്ലെയിൻ മിറർ, ഓപ്ഷൻ സി കോൺകേവ് മിറർ, ഓപ്ഷൻ ഡി കോൺകേവോ കോൺവെക്സ് മിറർ. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? കോൺവെക്സ് മിററാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. കാരണം അതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡർ റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് കോൺവെക്സ് മിററാണ് റെയർ വ്യൂ മിററായിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? താഴെ തന്നിരിക്കുന്നവയിൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് എപ്പോഴും ഓർക്കുക, എക്സാമിന് നിങ്ങൾ തെറ്റിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെ നോട്ട് എ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താണ് ടു ദ പോയിന്റ് ആണ് നമ്മൾ ഉത്തരം എഴുതുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ഈ പെട്ടെന്ന് നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുവാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അല്ലേ, എനർജി സോഴ്സസിനെ നമുക്ക് രണ്ടായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ സോഴ്സസും നോൺ റിന്യൂവബിൾ സോഴ്സസും. റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് അത് കഴിഞ്ഞു നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നു? വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലേ. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ സോഴ്സ്. എക്സാമ്പിൾ എന്താണ്? സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി, അതൊക്കെയാണെന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ. പക്ഷേ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇല്ലാണ്ടായി പോകും, തീർന്നു പോകും. എക്സാമ്പിളാണ് ഫോസിൽ ഫ്യൂൽസ് അല്ലേ. ഫോസിൽ ഫ്യൂൽസ് നമുക്ക് കിട്ടുന്ന പെട്രോള്, ഡീസൽ, അതൊക്കെയാണെന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിളിന് എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ റിന്യൂവബിൾ എനർജിക്ക് എക്സാമ്പിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ സോളാർ കറക്റ്റ് ആണ്. അതെന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. വിൻഡും എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ഓഷ്യൻ വേവ്സും ഓഷ്യൻ വേവ്സും എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. കോൾ എന്തല്ല? റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ല, അതൊരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി കോൾ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കോൾ ആണ്. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി കോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് എന്താണ് ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ട്വിങ്ക്ലിംഗ് എഫക്റ്റ് ഓഫ് സ്റ്റാർസ്, ഓപ്ഷൻ ബി മിറാഷസ്, ഓപ്ഷൻ സി ലാറ്ററൽ ഇൻവേർഷൻ, ഓപ്ഷൻ ഡി ബെൻഡിങ് ഓഫ് ലൈറ്റ് വൈൽ പാസിംഗ് ത്രൂ എ മീഡിയം. അപ്പം നമുക്കറിയാം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? ആ മീഡിയത്തിൻ്റെ ആ രണ്ട് മീഡിയത്തിൻ്റെ മീഡിയം ഓഫ് സെപ്പറേഷനിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ബെൻഡ് സംഭവിക്കുന്നു അല്ലേ. അതായത് ലൈറ്റ് ചിലപ്പം എങ്ങനെയാണ് ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകാം, ഇല്ലെങ്കിൽ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ബെൻഡ് സംഭവിക്കുന്നു. ആ ഒരു ഫിനോമിനാണെന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലാത്തത് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ എക്സാമ്പിൾ അല്ലാത്ത ഏതാണെന്നാണ്. ട്വിങ്ക്ലിംഗ് എഫക്റ്റ് ഓഫ് സ്റ്റാർസ് എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മിറാഷസും എന്താണ്? ഇതിനൊരു എക്സാമ്പിൾ ആണ്. പക്ഷേ ലാറ്ററൽ ഇൻവേർഷൻ, ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്ലെയിൻ മിറേഴ്സ്. ഓക്കെ, പ്ലെയിൻ മിറേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്, റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. പ്ലെയിൻ മിറേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനാണെന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. നമുക്ക് എന്താണ്? നമ്മൾ മിററിൽ നമ്മൾ റൈറ്റ് ഹാൻഡാണ് വെക്കുന്നെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നും, ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡായിട്ട് തോന്നും. അതുപോലെ നമ്മൾ ആംബുലൻസ് ഒക്കെ ഇല്ല, ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ, ആ വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എന്താണ്? അതായത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? മുന്നിൽ പോകുന്ന വെഹിക്കിളിന്, അതായത് പുറകിൽ ആംബുലൻസ് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ആംബുലൻസ് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവർക്ക് ആളുടെ റെയർ വ്യൂ മിററിൽ കൂടെ എന്ത് ചെയ്യാനായിട്ട്
കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫിനോമിനാണെന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റിലുള്ള സാധനം റൈറ്റിലുള്ള സാധനം ലെഫ്റ്റ് ആയിട്ട് തോന്നും, അതാണെന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി പ്ലെയിൻ മിറേഴ്സ്, അതായത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അതുപോലെ പ്ലെയിൻ മിററും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിനോമിനാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ലാറ്ററൽ ഇൻവേർഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, എ ട്രെയിൻ റൺസ് അറ്റ് 80 km/h ഫോർ ദ ഫസ്റ്റ് 40 km. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ എന്ത് തന്നെയാണ്, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ദ നെക്സ്റ്റ് 30 km അറ്റ് 60 km/h ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. നമുക്ക് എന്താണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആവറേജ് സ്പീഡിൻ്റെ ഉത്തരം ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ട്രെയിൻ റൺസ് അറ്റ് 80 km/h ഫോർ ദ ഫസ്റ്റ് 40 km. അപ്പം ആദ്യത്തെ 40 കിലോമീറ്ററിൽ എങ്ങനെയാണ് 80 km/h ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് കേസ് 1, ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ഇവിടെ സ്പീഡ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 80 km/h ആണ്. എത്രയാണ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്? 40 km ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 40 km ആണ്. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി നമുക്ക് സ്പീഡും ഉണ്ട് ഡിസ്റ്റൻസും ഉണ്ട്, നേരെ തിരിച്ചാ. അപ്പം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ, പക്ഷെ നമുക്ക് ഇവിടെ എന്തുണ്ട്? സ്പീഡും ഉണ്ട് ഡിസ്റ്റൻസും ഉണ്ട്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അല്ലേ. അപ്പം ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വെക്കാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതാം. അപ്പം ആദ്യത്തെ കേസിൽ സ്പീഡ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 80 km/h. അതുപോലെ ഡിസ്റ്റൻസ് എത്രയാണ്? 40 km/h. 40 km. 40 ഡിവൈഡഡ് ബൈ 80. 40 ഡിവൈഡഡ് ബൈ 80 നമുക്ക് അറിയാം എത്രയാണ്? 0.5 ആണ് കേട്ടോ. അതായത് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്, 0.5 അവർ ആണ് കേട്ടോ. 0.5 അവർ ആണ്, അതായത് അരമണിക്കൂറാണ് ആദ്യത്തെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് കേസ് 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്പീഡും ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കേസ് 2 നോക്കാവേ. ഓക്കെ, കേസ് 2 നോക്കാം. കേസ് 2ലും ഇതുപോലെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ലാസ്റ്റ് പാർട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. ടൈം, ഓക്കെ, ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? അതായത് ഡിസ്റ്റൻസ് 30 കിലോമീറ്ററും സ്പീഡ് എത്രയാണ്? 60 km/h ആണ്. ഓക്കെ, അപ്പം 30 ഡിവൈഡഡ് ബൈ 60. 30 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര തന്നെയാണ്? 0.5 അവർ തന്നെയാണ് കിട്ടുന്നത്. അപ്പം രണ്ട് കേസിലും നമുക്ക് എത്രയാണ് ടൈം കിട്ടിയിരിക്കുന്നത്? അരമണിക്കൂർ വെച്ചാണ്. അപ്പം ടോട്ടൽ ടൈം, ഓക്കെ, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 0.5 + 0.5 എത്രയാണ്? 1 അവർ അല്ലേ. അപ്പം നമുക്ക് നോക്കാം ടോട്ടൽ ടൈം എത്രയാണ്? 0.5 + 0.5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 അവർ ആണ്. ഇനി നമുക്ക് ടോട്ടൽ ടൈം വേണം, അതുപോലെ ടോട്ടൽ ഡിസ്റ്റൻസ് വേണം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 40 + 30 അല്ലേ. 40 + 30 ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 40 + 30 ഈസ് ഈക്വൽ ടു എത്രയാണ്? 70 കിലോമീറ്റർ ആണ് അല്ലേ. 70 കിലോമീറ്റർ ആണ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? 70 ഡിവൈഡഡ് ബൈ 1. 70 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 70 km/h. അപ്പോൾ എത്രയാണ്? എന്താണ് ഉത്തരം വരുന്നത്? 70 km/h. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലല്ല, നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ടോട്ടൽ ടൈമും അത് രണ്ട് കേസിലും ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ
ആദ്യം സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ, അത് പക്ഷേ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, നമുക്ക് ആദ്യമേ ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം അല്ലേ. 2 കേസും സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ, ഓക്കെ, ഇത് ആദ്യമേ നമുക്ക് മനസ്സിൽ വേണം കേട്ടോ. ആവറേജ് സ്പീഡ് ഈക്വൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അങ്ങനെയാണ് നമുക്ക് 70 km/h കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസറെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, objects float on water. Okay, objects float on water based on dash. Okay, വെള്ളത്തിൽ ഒബ്ജക്ട്സ് എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ബി ഹുക്സ് ലോ, ഓപ്ഷൻ സി ഫാരഡേസ് ലോ, ഓപ്ഷൻ ഡി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് ഉത്തരം. ഓപ്ഷൻ ഡി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കാരണമാണ് നമ്മൾ എന്താണ് ഫ്ലൂയിഡ്സിൻ്റെ പ്രഷറിനകത്തൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അതായത് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റും എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഡിസ്പ്ലേസ്ഡ് ആണ്. അതൊക്കെ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം വെള്ളത്തിൽ ഒബ്ജക്ട്സ്, ഓക്കെ, വെള്ളത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതൊരു ബീക്കറാണ്, ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പം ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഒന്നെങ്കിൽ പാർഷ്യലി ഇല്ലെങ്കിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട്, ഓക്കെ, പാർഷ്യലി ഇല്ലെങ്കിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് ഒരു ബീക്കറിനകത്ത്, വെള്ളം നിറച്ചൊരു ബീക്കറിനകത്ത് ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് 2 ടൈപ്പ് ഫോഴ്സുകളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം, ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് നമുക്കറിയാം എല്ലാ ഒബ്ജക്ട്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, താഴോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം എന്തുണ്ട്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കാരണം ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ എന്തുണ്ട്, ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു ലിക്വിഡ് അല്ലെ, അതായത് ഈ ഒരു ബീക്കറിനകത്ത് ഫുള്ളി ഇമേഴ്സ്ഡ് അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളൊരു ഫോഴ്സാണ് ബോയൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ബോയൻഡ് ഫോഴ്സ്? ബോയൻഡ് ഫോഴ്സ് എപ്പോഴും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് പറയുന്ന പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു വെയിറ്റ് ഓഫ് അതായത് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കാരണം താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ബോയൻഡ് ഫോഴ്സ് എങ്ങോട്ടാണ്, അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ്, ഇല്ലെങ്കിൽ ബോയൻഡ് ഫോഴ്സ് വെയിറ്റിനേക്കാളും കൂടുന്നു, വെയിറ്റ് ഇതിനേക്കാളും കുറയുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു, ഇല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, സിങ്ക് ചെയ്ത് കിടക്കുന്നു കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഒബ്ജക്ട്സ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിൻ്റെ, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ബാക്കി 3 നമുക്കിത് കണ്ടാലേ അറിയാം. ബാക്കി 3 നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലോട്ട് വരാം. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ പെരിസ്കോപ്സ്. എന്താണ് ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ പെരിസ്കോപ്സ്? പെരിസ്കോപ്സ് നമുക്കറിയാം, നമ്മൾ എന്താണ് ഈ സബ്മറൈൻസിലൊക്കെ, അതായത് നമുക്ക് നേരെയുള്ള, അതായത് നമ്മൾക്ക് കാണേണ്ട ഒബ്ജക്റ്റ് നമ്മളുടെ കറക്റ്റ് ഇതിലായിരിക്കത്തില്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് കറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റ് നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂവിലായിരിക്കത്തില്ല നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ഈ എന്താണ് സബ്മറൈൻസിൽ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ റിയാക്ഷനൊക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറഞ്ഞാൽ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം പെരിസ്കോപ്സിൽ എന്ത് ടൈപ്പ് മിററാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്, പ്ലെയിൻ മിറർ, ഓപ്ഷൻ ബി പ്രിസം, ഓപ്ഷൻ സി കോൺകേവ് മിറർ, ഓപ്ഷൻ ഡി കോൺവെക്സ് മിറർ. ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ്, പ്ലെയിൻ മിററാണ് കേട്ടോ. പ്ലെയിൻ മിററാണ്. കാരണം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് കാലിഡോസ്കോപ്പ് അല്ലെങ്കിൽ പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ് ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ ഇവിടെ ഈ ഒരു 2 അറ്റത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഇമേജ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മിറർ വെക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്ത ഒബ്ജക്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ മിറർ 2 സൈഡിലൊക്കെ ഇങ്ങനെ 45 ഡിഗ്രിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കാണാൻ പറ്റാത്ത ഒബ്ജക്റ്റിനെ ഈ മിററിൻ്റെ റിഫ്ലക്ഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, കാണാൻ പറ്റുന്നു. അപ്പം റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് മിററാണ്, പ്ലെയിൻ മിററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് the speed of light in vacuum is estimated as dash meter per second. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്നതാണ് എന്താണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പം വാക്യത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം വാക്യത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്.
അടുത്തത് ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ യെല്ലോ ലാമ്പ് സ്ട്രീറ്റ് ലൈറ്റ്സ്. ഓക്കെ, നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ യെല്ലോ കളർ ആയിരിക്കും അല്ലെ, യെല്ലോ ലാമ്പ് അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും അവിടെ എമിറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ലാമ്പിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നിയോൺ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി സോഡിയം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സോഡിയം ആണ് കേട്ടോ. കാരണം സോഡിയം വേപ്പർ ലാംപ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോഡിയം വേപ്പർ ലാംപ്സ് അല്ലെങ്കിൽ യെല്ലോ ലാംപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ യെല്ലോ കളർ എമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഏത് ഗ്യാസ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നിട്ടുള്ളതായിരിക്കുന്നത്? സോഡിയം ഗ്യാസ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഓരോ ഗ്യാസിനും ഓരോ പർട്ടിക്കുലർ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ ഗ്യാസിനും ഓരോ പർട്ടിക്കുലർ കളേഴ്സ് ഉണ്ട്. സോഡിയം ഗ്യാസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇവിടെ യെല്ലോ കളറാണ്. പിന്നെ നിയോൺ ഒക്കെയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഒരുമാതിരി ഒരു ഓറഞ്ച് റെഡ്, ആ ഒരു ഷെയ്ഡൊക്കെ ഓറഞ്ച് റെഡ് പോലത്തെ ഒക്കെ കളറായിരിക്കും നമുക്ക് നിയോൺ ഒക്കെ ആണെങ്കിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്യാസിനും ഓരോ കളേഴ്സാണ് കേട്ടോ. അടുത്തത് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഓക്കെ, അതായത് അപ്പോൾ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് ബന്ധമല്ലാത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് ബന്ധമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു 3 എണ്ണം എന്തായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ, friction is a force which opposes the relative motion of two surfaces in contact. എന്താണ് കറക്റ്റ് ആണ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതായത് നമ്മളൊരു ഫോർവേഡ് മോഷൻ നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അതിന് ഒപ്പോണൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലേ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. അത് അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ എന്താണ് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത് അല്ലേ? എന്താണ് ഒരു പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിവിടെ കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് വിച്ച് opposes the relative motion of two surfaces in contact. രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴത്തേക്കാണ് മെയിനായിട്ട് എന്ത് സംഭവിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഫ്രിക്ഷൻ ആക്ച്വലി അറിയപ്പെടുന്നത് എന്താണ്? ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. കാരണം ഫ്രിക്ഷന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത്, അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, കറക്റ്റാണ്, ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഉത്തരത്തിലോട്ട് എത്തിയെന്നല്ല, പക്ഷേ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആണ്. ഓക്കെ, അടുത്തത് the force of attraction that acts when a body is moving. Okay, body is moving, അതായത് സ്ലൈഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. on a surface is called sliding friction. ഓക്കെ, എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? അപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ എന്താണ് സ്ലൈഡ് ചെയ്ത് പോകുന്നതാണെന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. കറക്റ്റ് ആണ് കേട്ടോ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കറക്റ്റ് ആണ്. മറ്റൊരു ഫ്രിക്ഷൻ കൂടെ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്തൂടെ മറ്റൊരു ഒബ്ജക്റ്റ് റോൾ ചെയ്ത് പോകും. നമ്മുടെ ഈ ട്രോളി ബാഗ് ഒക്കെ ഇല്ലേ, ട്രോളി ബാഗ് ഒക്കെ നമ്മൾ എന്താണ് ഒരു വീല് ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ താഴെ അല്ലേ, അടിവശത്ത്. അപ്പോൾ നമ്മൾ എന്താണ് റോൾ ചെയ്ത് പോവുകയാണ്, മറ്റൊരു സർഫസിൽ മറ്റൊരു ഒബ്ജക്റ്റ് എന്താണ് റോൾ ചെയ്ത് പോവുകയാണ്. അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ഫ്രിക്ഷൻ ഇൻ മെഷീൻസ് വേസ്റ്റ് എനർജി ആൻഡ് ഓൾസോ കോസ് വിയർ ആൻഡ് ടിയർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്രിക്ഷൻ എന്താണ് ഒരു നെസസറി ഈവിൾ ആണ്. ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? അഡ്വാൻറ്റേജസും ഉണ്ട്, പക്ഷേ എന്താണ് ഈ മെഷീൻ പാർട്സ് കേടാകാനായിട്ടൊക്കെ കാരണമാകും ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം. അപ്പം ഫ്രിക്ഷൻ ഇൻ മെഷീൻസ് വേസ്റ്റ് എനർജി ആൻഡ് ഓൾസോ കോസ് വിയർ ആൻഡ് ടിയർ. അപ്പോൾ ഇങ്ങനെ ഈ വിയർ ആൻഡ് ടിയർ ഒക്കെ നമ്മൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഗ്രീസ് ഒക്കെ ഇല്ലേ, ഗ്രീസ് അതൊക്കെ നമ്മൾ ലൂബ്രിക്കൻസ് ആണ് കേട്ടോ. ഗ്രീസ്, ഓയിലൊക്കെ ലൂബ്രിക്കൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഈ മെഷീൻ പാർട്സ് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാതൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു സൗണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുമ്പോഴത്തേക്ക് ആ കപ്പിയുടെ അവിടെ കുറേ നാളിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ കേൾക്കത്തില്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? അവിടെ ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ് ലൂബ്രിക്കൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെഷീൻ പാർട്സിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യാറാണ്. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റും ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയാണ്. അപ്പോൾ എന്തായിരിക്കും കറക്റ്റായിട്ട്? തെറ്റുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നേരെ തിരിച്ചാണ് വരേണ്ടത് കേട്ടോ, നേരെ തിരിച്ചാണ്, ലെസ് ആണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? ലെസ് ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് ആക്ച്വലി കൂടുതൽ, റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് മോർ ദാൻ സ്ലൈഡിംഗ് friction, the use of ball bearings in a machine considerably reduces friction. അപ്പോൾ ഇവിടെ ഇതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഉത്തരത്തിന് എന്താ വേണ്ടത്? ഉത്തരത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആയിട്ടുള്ള കാര്യമല്ല, നോട്ട് ട്രൂ ആണ്. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കാര്യം വരുന്ന ആദ്യമേ മാർക്ക് ചെയ്യുക. ഓരോ സെന്റൻസ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ.
അടുത്തത് ദ അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ് മോസ്റ്റ്ലി കണ്ടെയ്ൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ്. അപ്പോൾ വീനസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്യാസസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. അപ്പം ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്തത് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഓപ്ഷൻ എ പെർഫെക്റ്റ് ഹെമിസ്ഫിയർ, ഓപ്ഷൻ ബി മോസ്റ്റ്ലി ഫ്ലാറ്റ്, ഓപ്ഷൻ സി പെർഫെക്റ്റ് സ്പിയർ, ഓപ്ഷൻ ഡി ഒബ്ലേറ്റ് സ്പിയർ. അപ്പം ഇവിടെ നമുക്കറിയാം എർത്ത് നമ്മൾ എന്താണ് ഗ്രാവിറ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ അവിടെ കണക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എന്താണ് പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആക്ച്വലി എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഔട്ട് അറ്റ് ദ ഇക്വേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ്. പോൾസിൻ്റെ അവിടെ ഭാഗത്ത് എന്താണ് ഫ്ലാറ്റൺ ആണ് കേട്ടോ. പോൾസിൻ്റെ അവിടെ എന്താണ് ഫ്ലാറ്റൻഡ് ആണ്. ഇക്വേറ്ററിൻ്റെ ഭാഗത്തോ ബൾജ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. അങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മുടെ എർത്തിന് കേട്ടോ. ബൾജ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു ഇക്വേറ്ററിൻ്റെ ഭാഗത്ത്. ഓക്കെ, അപ്പം പോൾസിൻ്റെ ഭാഗത്ത് ഫ്ലാറ്റൻഡ് ആയിട്ടും ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ബൾജ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നു. അപ്പം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ലേറ്റ് സ്പിയർ കേട്ടോ. ഈ ഒരു ഇതിനെ നമ്മൾ സ്പെസിഫിക് ഷേപ്പിനെ നമ്മൾ ഒബ്ലേറ്റ് സ്പിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് ഒബ്ലേറ്റ് സ്പിയർ? അതായത് എർത്തിൻ്റെ ഷേപ്പ് ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സ്പിയർ, ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഔട്ട് അറ്റ് ദ ഇക്വേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following Newton's laws of motion can explain why a ball thrown at a ball rebounds? ഒരു ബോൾ നമ്മളൊരു ഭിത്തിയിൽ നമ്മൾ ഇടുവാണ്, അപ്പോൾ അത് റീബൗണ്ട് ചെയ്ത് വരാനായിട്ടുള്ള കാരണം ഏത് ലോ? ന്യൂട്ടൻ്റെ നമുക്കറിയാം ന്യൂട്ടൻ്റെ 3 ലോസ് ഉണ്ട് അല്ലേ. 3 ലോസും മോഷനെ അല്ലെങ്കിൽ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അപ്പം ഓപ്ഷൻ എ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ബി സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ സി തേർഡ് ലോ ഓഫ് മോഷൻ, ഓപ്ഷൻ ഡി നെയ്തർ ഓഫ് ദ ലോസ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ എക്സാംസിന് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ തരും, സിറ്റുവേഷൻ വന്നിട്ട് ന്യൂട്ടൻ്റെ ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഇല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ത് ലോ എന്നും കൂടാണ് അറിയപ്പെടുന്നത്? ലോ ഓഫ് ഇനേർഷ്യ എന്നും കൂടാണ് അറിയപ്പെടുന്നത് കേട്ടോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ഇനേർഷ്യ 3 കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു ബോഡിക്ക് മാറാൻ ഉള്ള ഒരു മടി അല്ലെങ്കിൽ അതൊരു എന്താണ് ഒരു ഇൻഎബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ. ഇനേർഷ്യ ആക്ച്വലി 3 എണ്ണം ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട് അല്ലെ, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റ് കണ്ടീഷനിൽ നിന്ന് മാറാനായിട്ട് എന്താണ് ഒരു ഇൻഎബിലിറ്റിയാണ്, അടുത്ത സ്റ്റേറ്റിലൂടെ അതിന് പോകാൻ ഒരു മടിയാണ്. അതാണെന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അങ്ങനെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ കൊടുക്കുന്ന എല്ലാ ആക്ഷനും എന്തുണ്ട്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ബോൾ എടുത്ത് ഒരു ഭിത്തിയിൽ വലിച്ചെറിയുമ്പോഴത്തേക്ക് അത് റീബൗണ്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് എന്തുണ്ട്? ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, ഓക്കെ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു, ഡെഫിനീഷനാണ്. ഫോഴ്സിൻ്റെ ഒരു ഡെഫിനീഷനാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്നാ പറയുന്നത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഓക്കെ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണ്? അതായത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അതായത് ഒരു എങ്ങനത്തെ ഫോഴ്സാണ്? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് വരെ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി ഏത് കണ്ടീഷൻ അല്ലെങ്കിൽ ഏത് മോഷനിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ്? ഒന്നെങ്കിൽ ചിലപ്പം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കാം, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കാം, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷനിലായിരിക്കാം. ആ ഒരു സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ വരെ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്തുന്നത് വരെ. അങ്ങനെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താ ചെയ്യുന്നത്? ഫോഴ്സിനൊരു ഇക്വേഷൻ കൊടുക്കുകയാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ ഡെറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു m എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണ്?
ഫോഴ്സിന് ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ 3 ലോകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ലോ എന്ത് ചെയ്യുന്നു, ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. സെക്കൻഡ് ലോ എന്ത് ചെയ്യുന്നു, ഫോഴ്സിന് ഒരു ഇക്വേഷൻ കൊടുക്കുന്നു. തേർഡ് ലോ എന്ത് ചെയ്യുന്നു, ഇത് അപ്ലൈ ചെയ്യുന്നു, ആപ്ലിക്കേഷനാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ വെച്ചിട്ടുള്ള ഇന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത്, വിച്ച് ടേം ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സൗണ്ട് വേവ്. സൗണ്ട് വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ടേം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹെർട്സ്, ഓപ്ഷൻ ബി ഡെസിബൽ, ഓപ്ഷൻ സി കാൻഡല, ഓപ്ഷൻ ഡി മാക്. അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് നമുക്ക് കാണുമ്പോഴേ അറിയാം. കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്ന ഏതാണ്, ഓപ്ഷൻ സി കാൻഡലയാണ് അല്ലേ. കാൻഡല നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമുക്ക് മെയിനായിട്ട് 7 എണ്ണമാണുള്ളത്. ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ഒരെണ്ണമാണെന്ന് പറഞ്ഞാൽ കാൻഡല എന്ന് പറഞ്ഞാൽ അല്ലേ. അല്ലെങ്കിൽ കാൻഡല ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് അല്ലേ. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി കേട്ടോ. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ കാൻഡല എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളത് എന്താണ്, സൗണ്ട് വേവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബാക്കി യൂണിറ്റുകളെല്ലാം സൗണ്ട് വേവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ കാൻഡല എന്ന് പറഞ്ഞാൽ എന്താണ്, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട്സ്. അപ്പം സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട് പൊതുവെ എന്താണ്, ഭയങ്കര നല്ല ഷൈനിങ് ആണ് അല്ലേ, നന്നായിട്ട് ഷൈൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്പാർക്കിൾ ചെയ്യാറുണ്ട്. അപ്പം ഈ ഡയമണ്ടിൻ്റെ സ്പാർക്ലിംഗ് ഓഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതെന്താണ്, കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്സിന് പൊതുവെ എന്താണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മെറ്റീരിയൽ എന്താണ്, ഡയമണ്ട് ആണ്. 2.42 ആണ് ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്തത് ഡിസ്പേർഷൻ ഇതുമായിട്ട് തന്നെ ഡയമണ്ട് സ്പാർക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്സ്. അപ്പം നമുക്കറിയാം ഡയമണ്ടിന് പൊതുവെ എന്താണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. ബാക്കി 3 എന്താണ്, ഡയമണ്ട് സ്പാർക്ലിംഗ് ഓഫ് ഇതുമായിട്ട് അല്ലെങ്കിൽ സ്പാർക്ലിംഗ് ഓഫ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കി 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബന്ധമില്ലാത്ത ഏതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഏതാണ്, ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്സ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹൈ ഇവിടെ ലോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊതുവെ അറിയാം ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡയമണ്ടിന് 2.42 ആണ് വാല്യൂ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം, മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൺ. നമുക്കറിയാം ഏതാണ്, മെർക്കുറിയാണ് സ്മോളസ്റ്റ് പ്ലാനറ്റ്. സോളാർ സിസ്റ്റത്തിനകത്തെ ഏറ്റവും സ്മോളസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഏതാണ്, മെർക്കുറിയാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ, ഓപ്ഷൻ ബി അമ്മീറ്റർ, ഓപ്ഷൻ സി ബാരോമീറ്റർ, ഓപ്ഷൻ ഡി ലാക്ടോമീറ്റർ. ഇവിടെ നമുക്ക് എലിമിനേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് വേണമെങ്കിൽ ബാരോമീറ്ററും ലാക്ടോമീറ്ററും തെറ്റാണ് അല്ലേ. ബാരോമീറ്റർ മെയിൻലി പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ബാരോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലാക്ടോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ അഡൾട്രേഷൻ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്കിൽ മായം ചേർത്തിട്ടുണ്ട്. മെയിൻലി റിലേറ്റഡ് ടു റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാക്ടോമീറ്ററിൻ്റെ വർക്കിംഗ് കേട്ടോ. ലാക്ടോമീറ്റർ അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി മെയിനായിട്ട് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക്കലി എന്താണ്, മിൽക്കിൻ്റെ അതായത് മിൽക്കിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ, കൂടുതലായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് അഡൾട്രേഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ഒരു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്ടോമീറ്റർ. ബാരോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഗാൽവനോമീറ്ററും അമ്മീറ്ററും അല്ലേ. ഗാൽവനോമീറ്ററും അമ്മീറ്ററും ആണ്. ഇത് രണ്ടും എന്താണ്, നമ്മൾ സർക്യൂട്ട്സിൽ പൊതുവെ കണക്ട് ചെയ്യാറുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഗാൽവനോമീറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സർക്യൂട്ടിനകത്തെ കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, ഗാൽവനോമീറ്റർ നമുക്ക് എന്താണ്, ഒരു കറണ്ട് അതായത് ചില എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ചെറിയ കറണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ. ആ ഒരു സർക്യൂട്ടിൽ കുഞ്ഞു കറണ്ടൊക്കെ ആയിരിക്കും. അപ്പം അത്രയും എന്താണ് അത്രയും മൈൽഡായിട്ടുള്ള
ഉള്ള ആ ഒരു കറണ്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗാൽവനോമീറ്റർ. ഇല്ലെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഗാൽവനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് ആൻഡ് ടു നോ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, അവിടെ ഉണ്ടാകുന്ന കറണ്ട്, അതായത് കറണ്ട് ഏത് ഡയറക്ഷനിലോട്ടാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങനെ. അതായത് ഈ ഒരു ഗാൽവനോമീറ്ററിന് എന്തുണ്ട്? ഒരു നീഡിലുണ്ട്. ഒരു ഗാൽവനോമീറ്ററിന് ഒരു നീഡിലുണ്ട്. ആ ഒരു നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ ഏത് സൈഡിലോട്ടാണോ അങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ കറണ്ട് ഡയറക്ഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം ഗാൽവനോമീറ്റർ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് ആൻഡ് ടു നോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. പക്ഷേ അമ്മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് കേട്ടോ. അമ്മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെഷർ കറണ്ട് കേട്ടോ. ടു മെഷർ കറണ്ട് ആണ് അമ്മീറ്റർ. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോറുള്ളതാണ് കേട്ടോ. ടു മെഷർ കറണ്ട്, കറണ്ട് മെഷർ ചെയ്യാനായിട്ട്. അത് കറണ്ടിൻ്റെ ഒരു സ്പെസിഫിക്കലി അവിടെ ഉണ്ടാകുന്ന ചിലപ്പം വലിയ കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു കറണ്ട് ആയിരിക്കും. പക്ഷേ കറണ്ടിന് എത്രയാണ് അവിടെ ഉണ്ടാകുന്ന കറണ്ട്, ഓക്കെ, എത്ര ഇതാണ് അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ. അമ്മീറ്ററും ഗാൽവനോമീറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് എന്താണ്? ഗാൽവനോമീറ്റർ ആണ്. ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട് മാത്രമല്ല, ടു നോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണ്? നമ്മൾ അമ്മീറ്റർ ആണ്, ഗാൽവനോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെഷർ ദ കറണ്ട്. ഓക്കെ, കറണ്ടിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്തത് ഡാഷ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. താഴെ തന്നിരിക്കുന്നതിൽ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഡിഫ്യൂഷൻ, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, ഓപ്ഷൻ സി കൺവെക്ഷൻ, ഓപ്ഷൻ ഡി റേഡിയേഷൻ. അപ്പോൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എന്താണ്? റിഫ്ലക്ഷൻ ആണ് അല്ലേ? കാരണം ഇത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനോമിനാണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഫിനോമിനാസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 3 ഫിനോമിനാസ്. അപ്പോൾ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് അല്ലാത്തത് അല്ലെങ്കിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് റിഫ്ലക്ഷൻ ആണ് കേട്ടോ. അടുത്തത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാണ്? നമ്മൾ പൊതുവെ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? പക്ഷെ ഇവിടെ എത്രയാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി 212 ഫാരൻഹീറ്റ്. നമുക്കറിയാം അല്ലേ? നമുക്ക് ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷർമെൻ്റ് ആണ്, ദ മെഷർമെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഒരു ബോഡി എത്രമാത്രം ചൂടാണ് അല്ലെങ്കിൽ എത്രമാത്രം തണുപ്പാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ടെമ്പറേച്ചറിന് ആക്ച്വലി എത്ര സ്കെയിലുകളുണ്ട്? 3 സ്കെയിലുകളുണ്ട്. ഏതൊക്കെയാണ് 3 സ്കെയിലുകൾ? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, അതുപോലെ കെൽവിൻ സ്കെയിലുണ്ട് അല്ലേ? ഡിഗ്രി സെൽഷ്യസിലും നമ്മൾ പറയാറുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റിലും പറയാറുണ്ട്, കെൽവിനിലും പറയാറുണ്ട്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പൊതുവേ എന്തെങ്കിലും നമ്മൾ മെയിനായിട്ട് വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്ന് കൊല്ലത്ത് ഇത്ര ടെമ്പറേച്ചറാണ്, ഇല്ലെങ്കിൽ ഇന്ന് കോഴിക്കോട് ഇത്ര ടെമ്പറേച്ചർ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അത് നമ്മൾക്ക് എന്താണ്? ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത്. അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്നതൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫാരൻഹീറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ കേട്ടോ, മെയിനായിട്ട് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ ഫാരൻഹീറ്റ് നമ്മൾ പറയാറുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ നമ്മുടെ നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിൽ ഫാരൻഹീറ്റ് സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്. കെൽവിൻ സ്കെയിലും ഇതുപോലെ എക്സ്പെരിമെൻ്റൽ പർപ്പസിനൊക്കെ നമ്മൾ കെൽവിൻ സ്കെയിലാണ് മെഷർ ചെയ്യാറുള്ളത്. പല കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കെൽവിൻ സ്കെയിലാണ് പറയാറുള്ളത്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിൽ. ഓക്കെ, 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഇക്വലൻ ടു എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കേട്ടോ. ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ സ്കെയിലുണ്ട്, കൺവേർഷൻ ഉണ്ട്, അതായത് ഫാരൻഹീറ്റ് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഒരെണ്ണമാണ് അബ്സല്യൂട്ട് സീറോ കേട്ടോ. അത് സ്റ്റോർത്തപ്പോൾ പറഞ്ഞാണ് അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 കെൽവിനാണ് കേട്ടോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 കെൽവിനാണ്. 0 കെൽവിനാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അത് അറിഞ്ഞിരിക്കുക. ഇവിടെ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. അടുത്തത് വെലോസിറ്റി ഓഫ് കാർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. അപ്പം കാറിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ സ്പീഡോമീറ്റർ. കാണുമ്പോഴേ അറിയാം ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം കേട്ടോ. സ്പീഡോമീറ്റർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തത് ജസ്റ്റ് ഓപ്ഷൻ വായിക്കും. അപ്പം ബാക്കി 3 എന്താണ്? കാറിൻ്റെ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ചേഞ്ച് ഇൻ ഡയറക്ഷൻ വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ചേഞ്ച് ഇൻ സ്പീഡും വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ചേഞ്ച് ഇൻ ആക്സിലറേഷൻ. ഈ 3 ഫാക്ടേഴ്സ് എന്താണ്? സ്പീഡ്, അതായത് കാറിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ സ്പീഡോമീറ്റർ എന്നല്ല കാറിൻ്റെ വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, അടുത്തത് എക്സ്റേസ് വിച്ച് ആർ നൗ യൂസ്ഡ്
which are now used on a day-to-day basis for the diagnosis in medicine was discovered by. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റേസ് ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വില്യം റോങ്ടങ്, ഓപ്ഷൻ ബി നീൽസ് ബോർ, ഓപ്ഷൻ സി ഏണസ്റ്റ് റൂദർഫോർഡ്, ഓപ്ഷൻ ഡി മാക്സ് ബോൺ. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഒരു ഫാക്ച്വൽ ചോദ്യമാണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ വില്യം റോങ്ടൺ ആണ് എക്സ്റേസ് കണ്ടുപിടിച്ചത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ്. അടുത്തത്, which among the following is not an environment friendly mode of producing electricity. അപ്പം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു മോഡ് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തെർമൽ പവർ, ഓപ്ഷൻ ബി സോളാർ, ഓപ്ഷൻ സി വിൻഡ് എനർജി, ഓപ്ഷൻ ഡി ബയോ വേസ്റ്റ്. അപ്പം ബയോ വേസ്റ്റ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. വിൻഡ് എനർജി എന്താണ്, ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അവിടെ വരുന്ന വിൻഡിൻ്റെ ഒരു കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വിൻഡ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ എനർജിയും ഒരു ദോഷം ഉണ്ടാകുന്നില്ല. തെർമൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താണ് എൻവയോൺമെൻറ്റിൽ കുറച്ചെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാം ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്, തെർമൽ പവറാണ് കേട്ടോ. തെർമൽ പവറാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ എ ആണ് കേട്ടോ. കുറച്ചെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കണ്ടീഷൻ അല്ലാത്തത് തെർമൽ പവറാണ്. ഓക്കെ, ബാക്കി മൂന്നും എന്താണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. അടുത്തത്, ഡാഷ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഫ്രം ഇന്ത്യൻ മെയ്ഡ് ലോഞ്ച് വെഹിക്കിൾ. ഇന്ത്യൻ മെയ്ഡ് ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. പക്ഷേ അതായത് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് ഉള്ള ആദ്യത്തെ സാറ്റലൈറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് രോഹിണിയാണ് കേട്ടോ. രോഹിണിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. SLV. ഓക്കെ, SLV വെഹിക്കിളിൽ നിന്നാണ് ആക്ച്വലി ഇത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള, മാറിപ്പോരുത്, ഫസ്റ്റ് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആര്യഭട്ടയാണ്. പക്ഷേ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ്, രോഹിണിയാണ് കേട്ടോ. രോഹിണിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത്, സെൻറ്റിഗ്രേഡ് ഈസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. സെൻറ്റിഗ്രേഡ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ടെമ്പറേച്ചറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തപ്പോഴത്തേക്ക്. നെയിംഡ് ആഫ്റ്റർ വിച്ച് സയൻറ്റിസ്റ്റ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെൻറ്റിഗ്രേഡ്, വിച്ച് ഈസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റായ സെൻറ്റിഗ്രേഡ് താഴെ കൊടുത്തിട്ടുള്ള ഏത് സയൻറ്റിസ്റ്റിൻ്റെ നെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കെൽവിൻ, പിന്നെ അതുപോലെ സെൻറ്റിഗ്രേഡ്. അപ്പം സെൻറ്റിഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, പേര് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ ബി ജീൻ പെയർ ക്രിസ്റ്റിൻ, ഓപ്ഷൻ സി മാർട്ടൻ സ്ട്രോമർ, ഓപ്ഷൻ ഡി ആൻഡേഴ്സ് സെൽഷ്യസ് അല്ലേ. സെൽഷ്യസ് നമ്മുടെ ഓൾറെഡി നമുക്ക് കാണാം. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷനോട് നോക്കാം, നമുക്ക് പൊതുവെ കിട്ടാറുണ്ട് കേട്ടോ. സെൻറ്റിഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഷ്യസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, എ ഡിവൈസ് ഇൻ അവർ TV സെറ്റ്, കമ്പ്യൂട്ടർ, റേഡിയോ സെറ്റ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജ് നമ്മുടെ ഹോം അപ്ലയൻസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതിനകത്ത് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റെസിസ്റ്റർ. എന്താണ് റെസിസ്റ്റർ, ഒരിക്കലും അല്ല അല്ലേ. ഓപ്ഷൻ ബി ഇൻഡക്ടറും അല്ല. ഓപ്ഷൻ സി കപ്പാസിറ്റർ കേട്ടോ. ഓപ്ഷൻ സി കപ്പാസിറ്റർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. കപ്പാസിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജസ് പൊതുവെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ എന്താണ് കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നൊരു ഡിവൈസ് ആണെന്നും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നൊരു മീഡിയം ആണെന്നും പറഞ്ഞാൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ്, കപ്പാസിറ്റർ ആണ്. കാരണം കപ്പാസിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ചാർജസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത്, the energy which we get from food is measured in. ഓക്കെ, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ ഏത് യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കാലറീസ്, ഓപ്ഷൻ ബി കെൽവിൻ, ഓപ്ഷൻ സി ഫാറ്റ്, ഓപ്ഷൻ ഡി ആംപിയേഴ്സ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ്, കാലറീസ് ആണ് അല്ലേ. നമ്മളിപ്പം ഇങ്ങനെ പറയത്തില്ല എത്ര കാലറി നമ്മൾ ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ പാക്കറ്റ് ഫുഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത് കഴിക്കുമ്പോൾ ഇത്ര കാലറീസ് ഉണ്ട്, ഇത് കഴിക്കുമ്പോൾ ഇത്ര കാലറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കാലറീസ് ബേൺ ചെയ്തു, ഇല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഇത്ര കാലറീസ് നമ്മൾ ഇന്ന് ഇൻടേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാലറീസ് ആണ് ഉത്തരം കേട്ടോ. അപ്പം ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ ഏതിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, കാലറീസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. അടുത്തത്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി മീതെയിൻ, ഓപ്ഷൻ സി ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഓക്കെ, അപ്പം നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, മീതെയിൻ എന്താണ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, അതുപോലെ എന്താണ് ക്ലോറോ ഫ്ലൂറോ കാർബണും ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പം അല്ലാത്തത് ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ? ഓക്സിജൻ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ആ ഒരു എന്താണ് നമുക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൽ അല്ലെങ്കിൽ ലോങ് വേവ് ലെങ്തിലുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് നിർത്തുന്ന ഗ്യാസ് ആണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്താണ് അതായത് ലോങ് വേവ് ലെങ്തിലുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇവിടെ നമുക്ക് ട്രാപ്പ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ചൂട് കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെയുള്ള ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു ലോങ് വേവ് ലെങ്തിലുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ എന്താണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഗ്യാസ്, അത് അങ്ങനെ ഒരു ഫിനോമിനന് കാരണമായിട്ടുള്ള ഗ്യാസസ് ആണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതിന് എക്സാമ്പിളാണ് കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്നൊക്കെ പറഞ്ഞത്. അല്ലാത്തത് ഓക്സിജൻ ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോഴേ എലിമിനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? ഓക്കെ, ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഗുഡ് കണ്ടക്ടേഴ്സും ബാഡ് കണ്ടക്ടേഴ്സും. ഇപ്പോൾ കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഇപ്പം കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എന്താണ് ഹീറ്റ് ഒക്കെ കടന്ന് സ്മൂത്തായിട്ട് പോകുന്ന ആ ഒരു മീഡിയം ആണെന്നല്ല കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഗുഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നല്ല രീതിയിൽ കടത്തി വിടുന്നു. ബാഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് അത്രയും കടത്തി വിടുന്നില്ല. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വുഡ്, ഓപ്ഷൻ ബി ഡയമണ്ട്, ഓപ്ഷൻ സി വാട്ടർ, ഓപ്ഷൻ ഡി മൈക്ക. അപ്പം ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് which one is not a good conductor of electricity? ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പൊർക്കലൈൻ, ഓപ്ഷൻ ബി അലൂമിനിയം, ഓപ്ഷൻ ബി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി നിക്കൽ. ഇപ്പം ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. കാരണം പൊർക്കലൈൻ ബാക്കി മൂന്നും എന്താണ് മെറ്റൽസ് ആണ് അല്ലേ? ബാക്കി മൂന്നും മെറ്റൽസ് ആണ്. അല്ലാത്തതെന്ന് പറഞ്ഞാൽ പൊർക്കലൈൻ ആണ്. പൊർക്കലൈൻ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ സേഫ്റ്റി ഫ്യൂസ് ഇല്ലേ? ഓക്കെ, സേഫ്റ്റി ഫ്യൂസിനകത്ത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഒരു വെള്ള കളറിലെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സെറാമിക് മെറ്റീരിയലാണ് പൊർക്ലൈൻ എന്ന് പറഞ്ഞാൽ. ഒരു സെറാമിക് മെറ്റീരിയലാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഒരു ക്രീമിഷ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലെ സാധനമാണ്, ഒരു മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ പൊർക്ലൈൻ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെന്തല്ല കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടർ അല്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടെ ഉത്തരം വരുന്നത് പൊർക്ലൈൻ ആണ് കേട്ടോ. പൊർക്ലൈൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് ഇൻഫ്രാറെഡ് റേസ് ആർ ഡാഷ്. ഏത് ടൈപ്പ് റേസ് ആണ് ഇൻഫ്രാറെഡ് റേസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലോഞ്ചിറ്റ്യൂഡനൽ വേവ്, ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് വേവ്, ഓപ്ഷൻ സി മെക്കാനിക്കൽ വേവ്, ഓപ്ഷൻ ഡി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലേ? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് കുറേ ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേസ് ഉണ്ട്. ഏതൊക്കെ വരുന്നുണ്ട്? അൾട്രാവയലറ്റ് വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് റേസ് വരുന്നുണ്ട്, ഗാമ റേസ്, മൈക്രോവേവ്സ്, വിസിബിൾ ലൈറ്റ്, റേഡിയോ വേവ്സ്, അങ്ങനെ ഇഷ്ടംപോലെ റേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉത്തരം ഏതാണ് വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് RRB NTPCയുടെ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുത്തത്. അപ്പം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് പറഞ്ഞപ്പം ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പം സ്പീഡുമായിട്ടൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് അതായത് എന്ത് ചെയ്യുക, നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ മെയിനായിട്ട് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ അത് ആദ്യം എഴുതി വെക്കുക. അത് നമ്മൾ ആ ഗിവൺ സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ഏതാണ് ഉത്തരം എന്നുള്ളത് കിട്ടും. അപ്പം അങ്ങനെയുള്ളത് നോക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടതിൽ കൂടുതലായിട്ട് എന്താണ് അല്ലാത്തത്, നോട്ട് ആൻ എക്സാമ്പിൾ, നോട്ട് ട്രൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് ഈ നോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ള സാധനം ആദ്യമേ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സർക്കിൾ ചെയ്ത് ഇട്ടേക്കുക. പെട്ടെന്ന് നമ്മൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തിടാൻ പറഞ്ഞത്. പിന്നെ പ്രോബ്ലംസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇങ്ങനത്തെ കാര്യം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, അതായത് ഇങ്ങനെ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ അല്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ സിമ്പിളായിട്ടുള്ള ഇതാണ്. പക്ഷേ അല്ലാതെ സെൻറ്റൻസ് വൈസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ എഴുതുക കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നേരം RRB NTPCയുടെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇത്രയും നേരം എൻ്റെ ക്ലാസ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാവേ.